ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഇന്നലെ പൗളിസ്റ്റ A1-ൽ നടന്ന മത്സരത്തിൽ സാന്റോസിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. നോവോ ഹൊറിസോണ്ടിനോയായിരുന്നു സാന്റോസിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചത്. നെയ്മർ ജൂനിയർ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. 75 മിനിറ്റാണ് നെയ്മർ കളിച്ചിട്ടുള്ളത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മികവ് പുറത്തെടുക്കാൻ ഈ മത്സരത്തിൽ നെയ്മർക്ക് കഴിഞ്ഞിരുന്നില്ല. അതായത് 2021 ശേഷം നെയ്മർക്ക് ലഭിക്കുന്ന ഏറ്റവും താഴ്ന്ന ഒരു റേറ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ മത്സരത്തിന് സോഫാ സ്കോർ ബ്രസീൽ നൽകിയിരുന്നത്. പക്ഷേ ഒരുപാട് ഫൗളുകൾ നെയ്മർക്ക് ഈ മത്സരത്തിൽ നേരിടേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു താളം കണ്ടെത്താൻ നെയ്മർക്ക് ഈ മത്സരത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇതേക്കുറിച്ച് സാന്റോസിന്റെ പരിശീലകനായ പെഡ്രോ കൈക്സീഞ്ഞ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 വർഷത്തിന് ശേഷമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിക്കുന്നത് എന്ന കാര്യം മറക്കാൻ പാടില്ല എന്നാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. നെയ്മർ വളരെയധികം കമ്മിറ്റ്മെന്റോട് കൂടിയാണ്, പാഷനോട് കൂടിയാണ് കളിക്കുന്നത് എന്ന കാര്യവും പെഡ്രോ ഇപ്പോൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സാന്റോസ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ സ്ഥിരമായിട്ട് കളിക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല പ്ലാനോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ മത്സരത്തിൽ 60 മിനിറ്റുകൾ നെയ്മറെ കളിപ്പിക്കാനായിരുന്നു പ്ലാനുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നെയ്മറുടെ പൊസിഷനിങ് അത് വളരെയധികം കംഫർട്ടബിൾ ആയിരുന്നു. കൂടാതെ മത്സരത്തിന്റെ റിതം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് കൂടി നെയ്മറെ അധികം കളിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ നെയ്മർക്ക് മത്സരത്തിൽ വേണ്ട രൂപത്തിലുള്ള ഒരു റിതം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ 2 വർഷത്തോളം അദ്ദേഹം പുറത്തിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ കളിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഒരുപാട് ആഗ്രഹത്തോടു കൂടിയും കമ്മിറ്റ്മെന്റോടു കൂടിയുമാണ് നെയ്മർ ജൂനിയർ കളിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഇതാണ് സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അരങ്ങേറ്റ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്നലത്തെ മത്സരത്തിൽ അതിനോട് നീതി പുലർത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും തുടർച്ചയായ 2ാമത്തെ മത്സരത്തിലാണ് ഇപ്പോൾ സാന്റോസ് ഈ ഒരു സമനില വഴങ്ങുന്നത്. അധികം വൈകാതെ തന്നെ അവർ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.